അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ടിനു സിനോയ്. ഞാൻ കടുത്തുരുത്തി എന്ന സ്ഥലത്താണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ കടുത്തുരുത്തി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എടവക സെൻറ്റ് സബാസ് ചർച്ച് വാലാച്ചിറ. ഞാൻ 2 പ്രാവശ്യവും ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നായിരുന്നു. പക്ഷേ എൻ്റെ കുടുംബം കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സങ്കടത്തോടെ തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് 3 പേർക്കും കൂടി പോയി സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. ഇന്ന് വരാൻ പറ്റിയത് തന്നെ ഭയങ്കര വലിയ അത്ഭുതമാണ്. കാരണം ഞങ്ങൾ 4-ാം തീയതി, ഞങ്ങൾ ഇപ്പോൾ ന്യൂസിലാൻഡിലാണ്, 4-ാം തീയതി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ ഇനി ഇതുപോലെ അടുത്ത വർഷം വരുമ്പോഴേ സാക്ഷ്യപ്പെടുത്താൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതൊരു വളരെ വേദനയായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുമായിരുന്നു. അപ്പം ഇതൊരു വലിയ മിറാക്കിൾ തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ ജൂബിലി മിഷനിൽ 2019 ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന് നേഴ്സായിട്ട് ജോലി ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയാണ്, ഞാൻ ആകെ ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയാണ് വന്ന് പറഞ്ഞ്, ഇങ്ങനെ കൃപാസനം എന്നൊരു ദേവാലയമുണ്ട് നമ്മുടെ ആലപ്പുഴയിൽ, അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിക്കുക, നിൻ്റെ വേദനയിൽ നിന്നെല്ലാം ഈശോയും മാതാവും നിന്നെ കയറ്റും, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം എനിക്ക് മനസ്സിൽ തോന്നി വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് 2019 ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. അതിൽ എൻ്റെ 6 നിയോഗവും സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഞാൻ ആ സമയത്ത് അവിടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് വന്ന് ഞാനിവിടെ ധ്യാനം കൂടുമായിരുന്നു. കറക്റ്റായിട്ട് ഞാൻ ഉപവാസമെല്ലാം എടുക്കുമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളും അതിനെല്ലാ കാര്യങ്ങളും ഞാൻ പക്കാ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഇതെല്ലാം സാധിച്ചത്. അതിൽ ഞാൻ 6 നിയോഗം വെച്ചതിൽ എൻ്റെ ഏറ്റവും വലിയൊരു നിയോഗം എന്ന് പറയുന്നത്, ഞങ്ങൾ 2015 ന്യൂസിലാൻഡിൽ ഞാൻ സ്റ്റഡി വിസയ്ക്ക് പോയായിരുന്നു. അവിടെ പോയ സമയത്ത് 2017 ഞങ്ങൾക്ക് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 5-ാം വർഷം അവിടെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ അവിടെ വെച്ച് അവർ കുഞ്ഞിനെ എടുക്കാൻ വൈകി. 2 ദിവസം മീൻസ് ഡേറ്റ് ആയിട്ട് 2 ദിവസം കഴിഞ്ഞാണ് കുഞ്ഞിനെ എടുക്കുന്നത്. കുഞ്ഞ് മെക്കോണിയം ആസ്പിറേറ്റ്, അതായത് മഷി വിഴുങ്ങി കുഞ്ഞ് 2 ആഴ്ച വെന്റിലേറ്ററിലായിരുന്നു. 2 മാസം ഞങ്ങൾ വീട്ടിൽ ഓക്സിജൻ കൊടുത്തിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ കുഞ്ഞ് മരണപ്പെട്ടേക്കാമെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് വേറെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് നമ്പറുകൾ തന്നു. അട്ടപ്പാടി, അതുപോലെ ജീസസ് യൂത്ത്, അവരുടെയൊക്കെ നമ്പർ തന്ന് ഞങ്ങൾ അവിടെ വിളിച്ച് പറഞ്ഞ് അവരെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ ഉപവാസം എടുത്ത് 2 മാസം കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോ, ഇത് ഞങ്ങളുടെ മിസ്റ്റേക്കും അല്ല, നിങ്ങളുടെ മിസ്റ്റേക്കും അല്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ കണ്ണീരോടെ ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥിച്ചു. 2 മാസം കഴിഞ്ഞ് കൊച്ചിന് വെറും 10 ആയിരുന്നു അവൻ്റെ ഒരു ഓക്സിജൻ എന്ന് പറയുന്നത് സാച്ചുറേഷൻ. അങ്ങനെ 2 മാസം കഴിയുമ്പോൾ 100 സാച്ചുറേഷനായി കുഞ്ഞ് പൂർണ്ണമായി സുഖപ്പെട്ടു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു വലിയ അത്ഭുതം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2017 ഞങ്ങൾക്ക് 2018 കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾക്ക് ന്യൂസിലാൻഡിൽ നിന്ന് ഞങ്ങൾക്ക് വിസയ്ക്ക് ഇടാൻ സമയം കിട്ടിയില്ല. ഇങ്ങനത്തെ ഈ ഇഷ്യൂ കാരണം ഞങ്ങളുടെ വിസ ഫിനിഷായി. ഞാനും എൻ്റെ കുടുംബവും വേദനയോടുകൂടി ഞങ്ങൾ 6 മാസമുള്ള കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ 2018 നാട്ടിലോട്ട് തിരിച്ചു പോയി. ഞങ്ങളുടെ കുടുംബം ഏറെ സങ്കടപ്പെട്ടു. എല്ലാവരും ഭയങ്കര നിരാശയിലായിരുന്നു. കാരണം ഒന്ന് തിരിച്ചു പോയാൽ പിന്നെ തിരിച്ചു പോകുക, തിരിച്ച് ന്യൂസിലാൻഡിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഒരിക്കലും അത് സാധ്യമായൊരു കാര്യമല്ലായിരുന്നു. അങ്ങനെ 4 വർഷം ഞങ്ങൾ ഭയങ്കര വേദനയിലായിരുന്നു. അങ്ങനെ എനിക്ക് ബ്രേക്ക് വന്നു, 3 വർഷം ബ്രേക്കും, ഹസ്ബൻഡിനും ബ്രേക്ക് വന്ന് എനിക്ക് കോട്ടയം, എറണാകുളം ഒന്നും ജോലി കിട്ടിയില്ല. അങ്ങനെ തൃശ്ശൂർ എനിക്ക് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ എനിക്ക് അത്ഭുതകരമായ ജോലി കിട്ടി. അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ കൂട്ടുകാരി പറഞ്ഞ് ഞാൻ ഉടമ്പടി, ഈ കൃപാസനം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ അതിൽ വെച്ചൊരു മെയിൻ ഉടമ്പടിയായിരുന്നു ഞങ്ങൾക്ക് 2ാമത് തിരിച്ചു പോകാൻ പറ്റണമെന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം 2022 ഇത് സക്സസ് ആകുന്നത്. 22 ന്യൂസിലാൻഡിൽ എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി, ആ ചേച്ചി ഇങ്ങനെ കുറേ നാൾ ശേഷം എന്നെ വിളിക്കുവാണ്. അപ്പോൾ ഞാനത് ഇപ്പോഴും വിശ്വസിക്കുന്ന കൃപാസന മാതാവാണെന്നാണ്. എന്നെ വിളിച്ച് ഇങ്ങനെ പറയുവാണ്, ഇവിടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നതിൽ ഇപ്പോൾ റെസിഡൻസി ഓപ്ഷനുണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ ID തന്നു. ഞാൻ ആദ്യം അത് മൈൻഡ് ചെയ്തില്ല. കാരണം അത്
ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പല പല കെയർ ഹോമിൽ കെയർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജോലിയാണ്. പല പല കെയർ ഹോമിൽ മാറി മാറി പോകണം. പക്ഷേ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അപ്പം ഞാനത് മൈൻഡ് ചെയ്യാണ്ട് മാറ്റി വെച്ചു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ച് പറഞ്ഞു, നീ അതൊന്നും കൂടെ അപ്ലൈ ചെയ്തേ, ഇനി മാതാവിൻ്റെ ഹിതമാണ് രണ്ടാമത് വരണമെന്നാണെങ്കിൽ അത് സക്സസ് ആകുമെന്ന് പറഞ്ഞ് രണ്ടാമത് ഞാൻ വീണ്ടും അത് എടുത്ത് ഞാൻ എൻ്റെ മനസ്സ് തോന്നിപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടിയിലാണ്. അത്ഭുതകരമായി എനിക്ക് വീഡിയോ കോൾ ഇൻ്റർവ്യൂ അവർ എനിക്ക് അയച്ചു. അങ്ങനെ 2 ആഴ്ചക്കുള്ളിൽ വിസ റെഡിയായി. എല്ലാം ഭയങ്കര ഫാസ്റ്റായിരുന്നു. വിസ റെഡിയായി. എനിക്കും ശരിക്കും അത് ഫാമിലി ആയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. പക്ഷേ എനിക്കും കൊച്ചിനും വിസ റെഡി. അവിടെ ഒരു സഹനം വന്നു. ഹസ്ബൻഡിൻ്റെ വിസ റെഡിയായില്ല. പക്ഷേ അപ്പോഴും അവർ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ വക്കീൽ ത്രൂ ആണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു റെസിഡൻസി അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഹസ്ബൻഡിന് വിസ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡും അപ്പോൾ ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടൊരു ഉടമ്പടിയിലാണ്. ശക്തമായി ഞാൻ എൻ്റെ കുടുംബവും പ്രാർത്ഥിച്ചിരുന്നു. നിൻ്റെ നിയോഗമാണെങ്കിൽ മാത്രം ഇനി ഞങ്ങൾക്ക് പോയാൽ മതി, ഇനി തിരിച്ചു വരാനാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത്. പക്ഷേ ഞങ്ങൾക്കെല്ലാം സക്സസ് ആയിട്ട് അത് റീഓപ്പൺ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ 3 ഫ്ലൈറ്റ് കയറി ഞാൻ തന്നെ പുതിയൊരു സ്ഥലത്തോട്ടാണ് പോയത്. അപ്പം എനിക്ക് ആ പുതിയ സ്ഥലമായിട്ട് ഒന്നും അറിയില്ല. അവിടെ ട്രെയിനും ബസ്സും എല്ലാം ഉണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട്. അങ്ങനെ ഞാൻ നടന്ന് ബസ് കയറി ട്രെയിൻ പിടിച്ച് പല പല കെയർ ഹോമിൽ ഞാൻ മാറി 10-12 കെയർ ഹോമിൽ ഞാൻ ഈ ഉടമ്പടി പ്രയറും ചൊല്ലി ഈ കുർബാന എന്നും കേട്ട് അങ്ങനെ ഞാൻ ശക്തമായി പ്രാർത്ഥിച്ച് ഞാൻ പോകുമായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡും കൊച്ചും നാട്ടിലായിരുന്നു. അവർ പറഞ്ഞത് കറക്റ്റ് 1 ഇയർ ആവുമ്പോൾ റെസിഡൻസി അടിക്കുള്ളൂ എന്നായിരുന്നു. പക്ഷേ 8-ാം മാസം എനിക്ക് റെസിഡൻസി അടിച്ചു. അത് 9-ാം മാസം ഹസ്ബൻഡും കൊച്ചും ന്യൂസിലാൻഡിലെത്തി. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമാണ്. കാരണം റെസിഡൻസി അടിക്കുക എന്നുള്ളത് ഭയങ്കര ടഫായൊരു കാര്യമായിരുന്നു. പക്ഷേ ഞങ്ങൾ ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് ന്യൂസിലാൻഡ്. ഞങ്ങളുടെ കൊച്ച് അവിടെ പോയി ഇത്ര അപകടത്തിൽ പോയി ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസമായി പോയായിരുന്നു. ഇത്ര അഡ്വാൻസ്ഡ് കൺട്രി ആയിട്ട് ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കണത്? പക്ഷേ ഞങ്ങൾക്ക് കൊച്ചിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ ജീവിക്കേണ്ട കൊച്ചായിരുന്നു. പക്ഷേ മാതാവ് തന്നെ അത് റീഓപ്പൺ ചെയ്ത് ഞങ്ങളെ 4 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോയി. അപ്പം ഇവിടെ ഞാൻ പോകുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു, ഈ റെസിഡൻസി അടിച്ച് നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ നിങ്ങളിത് സാക്ഷ്യപ്പെടുത്തണമെന്ന്. അങ്ങനെ കഴിഞ്ഞ വർഷം ആഫ്റ്റർ 3 വർഷം ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഞങ്ങൾ വന്നപ്പോൾ എനിക്ക് കുടുംബം കൂടി ഇല്ലാത്തതുകൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വേദനയോടുകൂടി തിരിച്ച് ന്യൂസിലാൻഡിലേക്ക് പോയി. ഇപ്പം കഴിഞ്ഞ വർഷം വന്നു, ഇപ്പോൾ ഈ വർഷം വീണ്ടും വന്നു. 2 ആഴ്ച മുമ്പ് ഞാൻ വീണ്ടും വന്നു സാക്ഷ്യപ്പെടുത്താൻ. അപ്പോഴും എനിക്ക് പറയാൻ പറ്റിയില്ല, എൻ്റെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഹസ്ബൻഡ് ഇങ്ങനെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് വന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോട് നന്ദി. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് മാതാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ്, ഈശോയുടെ മാതാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഈ ഒരിക്കലും നടക്കാത്ത ഈ ഒരു കാര്യം സാധ്യമായത്. മരണം വരെ ഞാൻ എൻ്റെ കുടുംബവും അത് നന്ദിയുള്ളവരായിരിക്കും. രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ അസുഖത്തിൻ്റെ കാര്യമാണ്. അതായത് എൻ്റെ മകൻ ന്യൂസിലാൻഡിൽ പോയി മകന് ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. കൊച്ചു സുഖപ്പെട്ടു, മീൻസ് മെക്കോണി ആസ്പിറേറ്റ് ആയി. പക്ഷേ ഞങ്ങൾ നാട്ടിൽ പോയി അവൻ എപ്പോഴും പനി വരുമായിരുന്നു. നിരന്തരമായി പനി വന്ന് അവൻ കൊച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത നിയോഗം വെച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് നിയോഗമായിട്ട് എഴുതിയിട്ടിരുന്നു കൊച്ചിൻ്റെ കാര്യം. ഇനി മെക്കോണി ആസ്പിറേറ്റ് ഒരു സൈഡ് എൻ്റെ കുഞ്ഞിന് മരണം വരെ ഉണ്ടാവല്ലേ മാതാവേ, അതുപോലെ ഇനി അവന് പനി വരല്ലേ, അവൻ അഡ്മിറ്റ് ആവല്ലേ. പക്ഷേ അത്ഭുതന്നോളം ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് നിയോഗം എഴുതിയിട്ട ശേഷം എൻ്റെ കുഞ്ഞിന് പനി വന്നിട്ടുമില്ല, എൻ്റെ കുഞ്ഞ് അഡ്മിറ്റ് ആയിട്ടുമില്ല. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇവിടെ നിൽക്കുന്നു. എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. മരണം വരെ ഞങ്ങൾ മാതാവിന് ഈശോയോട് നന്ദിയുള്ളവരായിരിക്കും. എൻ്റെ കുഞ്ഞൊന്നും മിടുക്കനായിട്ട് സ്കൂളിൽ പഠിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഈ കൊച്ചിനിങ്ങനെ പനി വരുമ്പോൾ മാതാവിൻ്റെ തേൻ എൻ്റെ കയ്യിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കൊച്ചിന് തേൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഞാൻ കൊച്ചു കഴിക്കുന്ന ചോറിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ തൈല വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ നെറ്റിയിലും നെഞ്ചിലും എപ്പോൾ സാധിക്കുമ്പോഴെല്ലാം ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഇത് മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നന്ദി മാതാവേ, നന്ദി ഈശോയെ. മൂന്നാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ എഡ്യൂക്കേഷൻ ലോണായിരുന്നു. ഞാൻ 2006 BSc നേഴ്സിംഗ് പഠിക്കുവാനായി എഡ്യൂക്കേഷൻ ലോൺ എടുത്തിരുന്നു.
അപ്പോൾ ആ ലോൺ ഞങ്ങൾ എടുത്ത സമയത്ത് ചെറിയൊരു എമൗണ്ടിൽ എടുത്താണ്. അത് പലിശ കൂടി അത് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു എമൗണ്ടായിട്ട് മാറി. പക്ഷേ ജോലി കഴിഞ്ഞാണ് എനിക്ക് അടക്കാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇരട്ടി അടച്ചു. പക്ഷെ ഞാനും എൻ്റെ ഫാദറും ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അത് അടയ്ക്കാനായിട്ട്. വീണ്ടും വീണ്ടും ബാങ്കുകാർ ഇനിയും 3 വർഷം അടയ്ക്കണം എന്ന് പറയുകയായിരുന്നു. അപ്പം എൻ്റെ ഫാദർ ഒത്തിരി സങ്കടപ്പെട്ടു, ഇത് എങ്ങനെ ഇനി അടച്ചു തീർക്കും, എൻ്റെ കുടുംബം എല്ലാവരും വിഷമിച്ചു, ഇനി എന്ത് ചെയ്യും വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു ഈ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യം. ഇപ്പം എൻ്റെ മമ്മി ഭയങ്കര മാതാവിൻ്റെ ഭക്തിയാണ്. ഞാനും എൻ്റെ മമ്മിയും കണ്ണീരോടെ പ്രാർത്ഥിച്ചു, എൻ്റെ പപ്പയും പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കുടുംബം എല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ പോയി സംസാരിച്ചു. എനിക്കിത് പൂർണ്ണമായി തള്ളിക്കളയണം, ഞാൻ ഇത്രയും വർഷം അടച്ചു എന്നിട്ട് ഇത് തീരാത്ത എന്താണ്. അപ്പം ബാങ്കുകാർ പറഞ്ഞു, ഇല്ല നിങ്ങൾ ഇനിയും 3 വർഷം അടയ്ക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങളിത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരണം, ഞങ്ങൾക്കൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. പക്ഷേ അവർ പറഞ്ഞു ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഡിസ്കസ് ചെയ്തു നിങ്ങളുടെ കാര്യം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ 1 ലക്ഷം കൊണ്ടേ അടയ്ക്കുവാണെങ്കിൽ ഈ എഡ്യൂക്കേഷന് പൂർണ്ണമായും ഞങ്ങൾ തള്ളിക്കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പപ്പ കൊണ്ടേ അടച്ചു. അങ്ങനെ ഇപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഇല്ല. അപ്പോൾ അതൊരു വലിയൊരു തലവേദനയായി മാറിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതിന് കോടാനുകോടി നന്ദി മാതാവിനും തിരുക്കുമാരനും ഞാൻ നേരുന്നു. ഞാൻ എൻ്റെ കുടുംബവും മരണം വരെ ഇതിന് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ അടുത്ത നിയോഗം എന്ന് പറയണത് എൻ്റെ ജോലിയെ പറ്റിയാണ്. ഞാൻ BSc നേഴ്സായിട്ട് പല ഹോസ്പിറ്റലിലും ഞാൻ ജോലിക്ക് എനിക്ക് നല്ല ഈശോയെ തരുന്ന എല്ലാം നല്ല ഹോസ്പിറ്റലാണ്. അപ്പം എവിടെ വർക്ക് ചെയ്യാൻ കയറിയാലും എൻ്റെ ജോലി നഷ്ടപ്പെടുമായിരുന്നു. എന്നുവെച്ചാൽ എനിക്കൊരു കോൺഫിഡൻ്റ് ഇല്ല, എനിക്കൊരു ഭയം. അതുപോലെ എവിടെ പോയാലും ഞാൻ റിസൈൻ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ജോലി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലത്തിലാകപ്പെട്ട് നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി ഇതുമൂലം എൻ്റെ കുടുംബവും ഏറെ സങ്കടപ്പെട്ടിരുന്നു. അത് ഞാനിവിടെ ഉടമ്പടിയിൽ അത് വേദനയോടുകൂടി ഞാൻ ആ ഒരു നിയോഗം വെച്ചു. ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഉടമ്പടി പ്രാർത്ഥന എല്ലാം കറക്റ്റായിട്ട് ചൊല്ലുമായിരുന്നു. കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2019 മുതൽ എനിക്ക് ഏത് ഹോസ്പിറ്റലിൽ കയറിയാലും എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടാണ്ട് എനിക്ക് ജോലി ചെയ്യാനുള്ളൊരു അനുഗ്രഹം കിട്ടി. ഇപ്പോൾ ഞാൻ ന്യൂസിലാൻഡിലെ മെഡിക്കൽ വാർഡിൽ കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട്, ഒരു ഇഷ്യൂ ഇല്ലാതെ, ഒരു പ്രോബ്ലം ഇല്ലാതെ ഹാപ്പി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഇതിനെൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാനത് ജോലിക്ക് പോണതിന് മുമ്പ് എന്നും കുർബാന കേട്ട് ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവസരങ്ങളെല്ലാം ജോലിക്കിടയിലും എല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ ജോലി ചെയ്യുന്നത്. അതിന് കോടാനുകോടി നന്ദി മാതാവിനും ഈശോയ്ക്കും ഞാൻ നേരുന്നു. പിന്നെ അടുത്ത നിയോഗം എന്ന് പറയുന്നത് വെച്ചത് എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ജലദോഷമായിരുന്നു ചെറുപ്പം മുതലേ. എൻ്റെ ഫാദറും മദറും എന്നെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലില്ല. ഭയങ്കര അലർജിയുടെ ഭാഗമായിട്ട് ഈ ജലദോഷം എന്ന രോഗം കൊണ്ട് ഞാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ ഒരു 8 ടവലാണ് മാറുന്നത്. അത്രയും ജലദോഷമായിരുന്നു. എനിക്ക് പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 10-35 വർഷം ഈ രോഗം എന്നെ അലട്ടിയിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വെച്ച് ഇവിടെ പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി എടുത്ത ശേഷം. പക്ഷേ എത്ര ഡോക്ടറെ കണ്ടിട്ടും എനിക്കത് ഒത്തിരി മരുന്നുകൾ ഞാൻ അതിനുവേണ്ടി കഴിച്ചു. എത്ര വില കൂടിയ മരുന്ന് കഴിച്ചിട്ടും എൻ്റെ ഈ രോഗം എന്നെ വിട്ടു പോയിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എപ്പോഴും മാതാവിൻ്റെ ചോറിൽ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ കഴിക്കുമായിരുന്നു. അതുപോലെ തേൻ കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ ഈ ബുദ്ധിമുട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു, എന്നെ ഇതിൽ നിന്ന് മാറ്റി തരണമെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത്രയും വർഷം ഞാൻ അനുഭവിച്ച ഈ രോഗം എന്നെ പൂർണ്ണമായി വിട്ടുപോയി. എനിക്കിപ്പോൾ അങ്ങനെ ഈ ഒരു കോൾഡ് എന്ന ഡിസീസിൻ്റെ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ഞാൻ ഹാപ്പി ആയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ മരണം വരെ നേരുന്നു. പിന്നെ എൻ്റെ അവസാനത്തെ നിയോഗം, അതായത് ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ അവധിക്ക് ന്യൂസിലാൻഡിൽ പോയി അവധിക്ക് വന്നപ്പോൾ എനിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ മെഡിക്കൽ വാർഡിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഞാനൊരു ഇൻഫെക്റ്റഡ് പേഷ്യൻറ്റിനെ നോക്കിയായിരുന്നു. അപ്പം ആ പേഷ്യൻ്റ് മരണപ്പെട്ടായിരുന്നു.
ആ പേഷ്യൻ്റ് മരണപ്പെട്ട ശേഷം പിറ്റേ മാസം മുതൽ എനിക്ക് പെട്ടെന്ന് ഒരു പസ് പിമ്പിൾസ് എൻ്റെ ശരീരത്ത് പല ഭാഗത്തായി വരുന്നത് ഞാൻ നോട്ട് ചെയ്തു. പക്ഷേ എനിക്കത് വേദനയോട് കൂടിയാണ് വരുന്നത്, മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എത്ര ചിന്തിച്ചിട്ട് എവിടെ നിന്നാണെന്നും അപ്പോൾ ആകെ എനിക്ക് ഡൗട്ട് തോന്നിയത് ആ ഒരു പേഷ്യനെ നോക്കിയ ശേഷം മാത്രമാണ്. അപ്പം അതിന് ശേഷം ഞാൻ നാട്ടിൽ ഞങ്ങൾ അവധിക്ക് കഴിഞ്ഞ വർഷം വന്നായിരുന്നു. വന്ന് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ എൻ്റെ കയ്യിൽ ഈ പസ് പിമ്പിൾ വന്ന് കൈ ഫുൾ നീര് വെച്ച് ഞാൻ അവിടെ എമർജൻസിയിൽ അഡ്മിറ്റായി. അങ്ങനെ അവർ ആ പസ് പിമ്പിൾ വന്ന ഭാഗം ഡോക്ടർ അനസ്തീഷ്യ തന്ന് കീറി ആ പസ് പുറത്തേക്ക് എടുത്ത് അങ്ങനെ എൻ്റെ ആ കൈ ഫുൾ നീര് എല്ലാം മാറിയായിരുന്നു. പക്ഷേ വീണ്ടും ഈ പസ് പിമ്പിൾ വീണ്ടും ശരീരത്തിൻ്റെ പല ഭാഗത്തും വന്നുകൊണ്ടിരുന്നു. അപ്പം പലരും പറഞ്ഞു ഇത് വേറെ പലർക്കും വന്നിട്ട് സർജറി വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ രോഗം എനിക്ക് നേരത്തെ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു ഞാൻ നോക്കിയ ആ പേഷ്യൻ്റെ രോഗം എനിക്കുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. ആ ബ്ലഡ് ടെസ്റ്റ് കൊടുത്ത സമയത്ത് എൻ്റെ പസ് പിമ്പിളിൽ ഞാൻ മാതാവിൻ്റെ ഈ ഉപ്പിട്ടും അതുപോലെ മാതാവിൻ്റെ തൈലം തേച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യപ്പെടുത്തും, നിൻ്റെ നാമം ഞാൻ ഉയർത്തും മാതാവേ എന്ന് പറഞ്ഞു. അത്ഭുതകരമായി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആ രോഗമില്ല എന്ന് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റിൽ റിസൾട്ട് എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു. അതിനുശേഷം എനിക്ക് ആ പസ് പിമ്പിൾ വന്നിട്ടില്ല. ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി നിൽക്കുകയാണ്. അതിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകോട് നന്ദി മരണം വരെ ഞാൻ നേരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാനാണെങ്കിൽ ഇവിടുന്ന് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്നും രാവിലെ കുർബാനയുണ്ട്. അപ്പോൾ ഞാൻ കുർബാന കൂടി കഴിയുമ്പോൾ ഞാൻ പുറത്തിറങ്ങി നിൽക്കും. അങ്ങനെ അവിടെ കുർബാന കൂടാൻ വരുന്നവർക്കെല്ലാം ഞാൻ ഈ പത്രം കൊടുക്കാറുണ്ട്. പത്രം കൊടുത്ത് മാതാവിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ വാർഡിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പത്രം കൊടുത്ത് ഈ കൃപാസന ആലയത്തെ പറ്റി അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി അവരെ ഉപദേശിക്കാറുണ്ട്. അതോടൊപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാരിത്താസിൽ ജോലി കയറിയായിരുന്നു. അവിടെ ഞാൻ പേഷ്യൻസിനെല്ലാം ഈ പത്രം കൊടുക്കുമായിരുന്നു. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും കൊടുത്ത് ഈ കൃപാസന ഉടമ്പടി എടുക്കാനെ പറ്റിയും അതിൻ്റെ ആവശ്യതയെ പറ്റിയും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളെ പറ്റിയൊക്കെ ഞാൻ അവരോട് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ന്യൂസിലാൻഡിലാണ്. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ വാർഡിൽ അവിടെ പേഷ്യൻസിന് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവർക്കെല്ലാം ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ അവരെല്ലാം സന്തോഷത്തോടെ എൻ്റെ ആ പേപ്പർ വാങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ മദർ മേരിയെ പറ്റി അവരോടെല്ലാം പറഞ്ഞു കൊടുത്തു. മാതാവിൻ്റെ മിറാക്കിൾസിനെ പറ്റി എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. അതോടൊപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് അവർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞ വിശ്വാസം വന്ന് ഇവിടെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് അവർക്കെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടായി എൻ്റെ വാർഡിൽ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ പരിചയപ്പെടുന്ന എല്ലാവരും ഉടമ്പടി എടുത്ത ആൾക്കാരെയാണ് ഞാൻ പരിചയപ്പെടുന്നത് എല്ലാം തന്നെ. അപ്പോൾ അതെനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എപ്പോഴും എനിക്ക് കുർബാന, അതിനു മുമ്പ് ഞാൻ കുർബാനയ്ക്ക് പോയാലും ഞാൻ ചിലപ്പോൾ ഒന്ന് കുർബാന അത് മൈൻഡ് ചെയ്യാറുണ്ട്, മൈൻഡ് വിട്ടു പോകാറുണ്ട്. പക്ഷേ ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം ഇപ്പം എനിക്ക് കുർബാന കൂടുന്നത് ഒത്തിരി ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ശരിക്കും കുർബാന കൂടുമ്പോൾ വീണ്ടും കുർബാന കൂടണമെന്ന് മനസ്സ് തോന്നിപ്പിക്കുകയാണ്. ആ കുർബാനയുടെ ഒരു ശക്തി ഞാൻ മനസ്സിലായി. കാരണം 2-3 പ്രാവശ്യം എനിക്ക് അസുഖങ്ങൾ വന്ന് ഞാൻ കുർബാന കേട്ട് കരഞ്ഞു പ്രാർത്ഥന ഞാൻ സുഖപ്പെട്ടു. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നതിന് മുമ്പാലും ഉടമ്പടി പ്രയർ ചൊല്ലി ഞാൻ കൊന്ത ചൊല്ലിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും നേരത്തെ ഞാൻ അങ്ങനെ കുമ്പസാരമൊക്കെ ഞാൻ മീൻസ് 3-4 മാസം അല്ല 6 മാസം കൂടുമ്പോഴേക്കേ കുമ്പസാരിക്കുള്ളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എപ്പോഴും കുമ്പസാരിക്കും. അപ്പോൾ എൻ്റെ കുടുംബം തന്നെ ചോദിക്കാറുണ്ട്, നീ എന്താണ് എപ്പോഴും എന്നെ കുമ്പസാരിക്കണേ? പക്ഷേ എൻ്റെ മനസ്സ് തോന്നിപ്പിക്കുകയാണ് കുമ്പസാരിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ വില ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഉടമ്പടി എടുത്ത ശേഷമാണ്. നമ്മുടെ കുർബാനയും കുമ്പസാരവും ഒക്കെ എത്ര വലുതാണെന്ന്. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും മരണം വരെ ഈ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞതിന് നന്ദി പറയുന്നു. എന്നും നന്ദിയുള്ളവരായിരിക്കും ഞാനും എൻ്റെ കുടുംബവും. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇവിടെ ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങളെ ഇവിടെ സേഫായിട്ട് എത്തിച്ചതിന് കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ 4-ാം തീയതി ഞാനും എൻ്റെ കുടുംബവും തിരിച്ചു പോകുകയാണ് ന്യൂസിലാൻഡിലേക്ക്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നന്ദി. അവിടുന്ന് എൻ്റെ സഹായകനാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63
7-8 വചനങ്ങളാണ്. അവിടുത്തെ ചിറകിൻ കീഴിൽ ഉടമ്പടി മക്കൾക്ക് എപ്പോഴും സംരക്ഷണവും കരുതലുമുണ്ട്. അവിടുത്തെ വലതുകൈയാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. ജീവിതത്തിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ടതായി തോന്നാം. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലാവാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, രോഗാവസ്ഥയാവാം, വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് PR കിട്ടാത്തതാവാം, ജപ്തിയാവാം. എന്തു തന്നെ ആയാലും ഉടമ്പടി മക്കളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മെ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമുണ്ട് നമ്മുടെ കൂടെ. ദൈവ സാന്നിധ്യം നമ്മുടെ ഉറപ്പായ ഒരു കാര്യമാണ്. അങ്ങനെ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവത്തിൻ്റെ താങ്ങും തണലും അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ സാക്ഷ്യമാണ് ടിനു സിനോയ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യമായിട്ട് കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് വളരെ ബുദ്ധിമുട്ടുകളുടെയും സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളിലായിരുന്നു. വിദേശ രാജ്യത്ത് പോയിട്ട് PR ലഭിക്കാതാവുകയും പിന്നീട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെയാണ് പിന്നീട് ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോയത്. ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ആദ്യം വിദേശ രാജ്യത്ത് പോയി തിരിച്ചു വന്നു. പിന്നീടാണ് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പണ്ടെങ്ങോ കണ്ടുമുട്ടിയ ഒരു കൂട്ടുകാരി ന്യൂസിലാൻഡിൽ നിന്ന് ഫോൺ വിളിക്കുകയും ഒരു വേക്കൻസിയെ പറ്റി പറയുകയും ചെയ്തത്. പെട്ടെന്ന് തന്നെ വിസയും ടിക്കറ്റും എല്ലാം റെഡിയായി ന്യൂസിലാൻഡിലേക്ക് വീണ്ടും തിരിച്ചു പോയി. അവിടെ 8 മാസത്തിനുള്ളിൽ എല്ലാം PR കിട്ടി. പിന്നീട് 9ാമത്തെ മാസം കുടുംബമായിട്ട് അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. ഇതെല്ലാം ഈശോയുടെയും അമ്മയുടെയും കൃപയിലാണെന്നാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം അതിന് മുൻപ് ഞങ്ങൾ പോയി, പക്ഷേങ്കിൽ തിരിച്ചു വന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ കാര്യവും ഞങ്ങളുടെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിൽ PR ഒക്കെ കിട്ടണമെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കണം. പക്ഷേങ്കിൽ ഇവിടെ കാര്യത്തിൽ ഉടമ്പടി നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെയെല്ലാം ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് മകൻ്റെ കാര്യമാണ്. ഡ്യൂറിങ് ദ ഡെലിവറി ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ച് 5 ഉപ്പും കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഈ മകന് പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമായിരുന്നു. വെരി ഓഫൺ പനിയായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താലേ ആ അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടതായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നത് വർഷങ്ങളായിട്ട് കടമായിട്ട് കിടക്കുകയായിരുന്നു. തുച്ഛമായ ലോൺ എടുത്തിരുന്നത് വീണ്ടും ഒരു വലിയ തുകയായി ഇരട്ടി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ആ പ്രതിസന്ധിയിലും ഈ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വളരെ ഒരു കോംപ്രമൈസിങ് ലെവലിൽ വരികയും ഒരു ചെറിയ തുച്ഛമായ എമൗണ്ട് കൊടുത്തിട്ട് ആ എഡ്യൂക്കേഷൻ ലോൺ ക്ലിയർ ആക്കാൻ സാധിക്കുകയും ചെയ്തു. ഇവിടെയെല്ലാം ഈ മകൾ പറയുന്നത് അവിടെയും എവിടെ പോയാലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന 30-35 വർഷമുണ്ടായിരുന്ന അലർജി രോഗമാണ് ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താൽ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് പേഷ്യൻ്റ് ട്രീറ്റ് ചെയ്ത എന്തോ ഒരു പസ് പിമ്പിൾ വരികയും അവിടെയും വളരെ ഭയമുണ്ടായിരുന്നു. പേഷ്യൻ്റ് മരിച്ചുപോയി, എനിക്ക് അസുഖം കിട്ടുമോ എന്നുള്ള ഭയം. വളരെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ടെസ്റ്റ് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല. അവിടെയും ഈശോയുടെയും അമ്മയുടെയും കരുണയാൽ അവിടെയും ഒരു സംരക്ഷണമാണ് ഈ മകൾക്ക് ലഭിച്ചത്. കൃപാസനം അമ്മ ദൈവത്തിൻ്റെ ചിറകുകളുടെ നിഴൽ പോലെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ നിഴലായി, നമ്മുടെ തണലായി, നമ്മുടെ താങ്ങായി പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എത്ര വലിയ രോഗിയായാലും രോഗമായാലും ഈശോയുടെ അമ്മയുടെയും കൃപ, ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയും. നമുക്ക് കഴിയാത്തതെല്ലാം, അസാധ്യമായി തോന്നുന്ന കാര്യമെല്ലാം ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിലേക്ക് വിട്ടുകൊടുത്താൽ മാത്രം മതി. ഉടമ്പടിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ഒരമ്മയുടെ കരുതലും ആശ്വാസവുമാണ്. കൃപാസനം അമ്മയിലൂടെ ഉടമ്പടി മക്കളെ ദൈവം വലതു കൈയും കൊണ്ട് താങ്ങുന്ന ഒരു ദൈവമാണ്. ഉടമ്പടിയിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. ടിനു സിനോയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.